കോൺഗ്രസ് ജോസഫ് വിഭാഗം ചെയർമാൻ പി.ജെ. ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു. 84-കാരനായ ജോസഫ് ഇനി ഒരു മത്സരത്തിനില്ലെന്ന തീരുമാനത്തിലാണ്. പകരം അബുവിനെ തൊടുപുഴയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കവും ജോസഫ് തുടങ്ങിക്കഴിഞ്ഞു. ഇതിനെ നേരിടാനുള്ള പടയൊരുക്കവും പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ മക്കൾ സാന്നിധ്യമേറെയുള്ളത് പിളർന്നു തുണ്ടുകളായി മാറിയ കേരള കോൺഗ്രസുകളിലാണ്. നിലവിലെ 3 പ്രധാന കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളെ നയിക്കുന്നത് 2ാം തലമുറക്കാരായ മക്കളാണ്. ആ ശ്രേണിയിലേക്കാണ് അബു ജോൺ ജോസഫ് കടന്നു വരുന്നത്. കെ.എം. മാണിയുടെ മകൻ ജോസ് കെ മാണി, മാണി ഗ്രൂപ്പ്, ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ കെ.ബി. ഗണേഷ് കുമാർ, കേരള കോൺഗ്രസ് ബി, ഡി.എം. ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ്, കേരള കോൺഗ്രസ് ജേക്കബ് എന്നീ പാർട്ടികളുടെ ചെയർമാൻമാരാണ്. പാർട്ടിയുടെ സ്ഥാപക ചെയർമാനായ കെ.എം. ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് നിലവിൽ ജോസഫ് ഗ്രൂപ്പിന്റെ കോട്ടയത്ത് നിന്നുള്ള ലോക്സഭാംഗമാണ്. 1964-ൽ ആർ ശങ്കർ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി.ടി. ചാക്കോയുടെ രാജിയും വിവാദങ്ങളും ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണവുമാണ് കേരള കോൺഗ്രസിന്റെ ജനനത്തിന് വഴിതെളിച്ചത്. 1964 ഒക്ടോബർ 9-ന് കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. കോട്ടയം തിരുനക്കര മൈതാനത്ത് നടന്ന സമ്മേളനത്തിൽ മന്നത്ത് പത്മനാഭനാണ് പുതിയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചത്. പിന്നീട് കേരള കോൺഗ്രസുകൾ പിളർന്ന് വളർന്നു. 1970 മുതൽ ഇടത് വലത് മുന്നണികളുടെ ഭാഗമായി തൊടുപുഴയിൽ നിന്നുള്ള നിയമസഭാംഗമാണ് പി.ജെ. ജോസഫ്. പലവട്ടം മുഖ്യമന്ത്രിയുമായി. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കി പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അബുവിനെ മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. പാർട്ടിയിലെ മറ്റ് നേതാക്കളുമായി ഇക്കാര്യം ആലോചിച്ച് തീരുമാനത്തിലെത്തിയെന്നാണ് സൂചന. തൊടുപുഴയിലെ പൊതുപരിപാടികളിൽ സജീവമായി അബു പങ്കെടുക്കുന്നുണ്ട്. മകന്റെ കടന്നുവരവിനോട് പാർട്ടിക്കുള്ളിലെ മുൻനിര മധ്യനിര നേതാക്കളുടെ പ്രതികരണം എങ്ങനെയാവുമെന്ന് ജോസഫിന് ഉത്കണ്ഠയുമുണ്ട്. ഒപ്പം പാർട്ടിക്കുള്ളിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇപ്പോൾ തന്നെ ജോസഫിനെ അറിയിച്ചിട്ടുമുണ്ട്. നേതൃസ്ഥാനത്തേക്കുള്ള മകന്റെ എൻട്രി സ്മൂത്തായി നടന്നില്ലെങ്കിൽ പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇത്തരം പിളർപ്പുകൾ കേരള കോൺഗ്രസിന്റെ DNA-യിലുള്ളതാണ്. കേരള കോൺഗ്രസ് രൂപം കൊണ്ടിട്ട് ഈ വർഷം ഒക്ടോബർ 9-ന് 61 വർഷമാകും. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള പ്രാദേശിക പാർട്ടികളിൽ ഒന്നാണിത്. 19 പിളർപ്പുകളും 8 ലയനങ്ങളും അതിജീവിച്ച പാർട്ടി ഏതാണ്ട് അസ്ഥിപഞ്ജരമായി 3 മുന്നണികളിലായി തുടരുകയാണ്. നിലവിൽ 8 കേരള കോൺഗ്രസുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ട്. കുരുവിള മാത്യൂസ് ചെയർമാനായ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ബി.ജെ.പി. നേതൃത്വം നൽകുന്ന NDA-യിലാണ്. പിള്ള ഗ്രൂപ്പ് പിളർന്ന് രൂപം കൊടുത്ത ഉഷ മോഹൻദാസിന്റെ കേരള കോൺഗ്രസ് 3 മുന്നണിയുടെയും ഭാഗമല്ലാതെ കൊട്ടാരക്കരയിൽ മാത്രം ഒതുങ്ങുകയാണ്. ഇപ്പോൾ നിയമസഭയിൽ 5 കേരള കോൺഗ്രസുകൾക്ക് പ്രാതിനിധ്യമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന് 5 MLA-മാരും 1 MP-യും നിലവിലുണ്ട്. ഇവർക്ക് മാത്രമാണ് സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരമുള്ളത്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി ആന്റണി രാജുവാണ്. കേരള കോൺഗ്രസ് ബിയുടെ കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി നിയമസഭയിലുണ്ട്. LDF-ന്റെ ഘടക കക്ഷിയായ സ്കറിയ തോമസ് ഗ്രൂപ്പിന് MLA ഇല്ല. UDF-ന്റെ ഭാഗമായ പി.ജെ. ജോസഫ് വിഭാഗത്തിന് 2 MLA-മാരും 1 MP-യും ഉണ്ട്. ജേക്കബ് ഗ്രൂപ്പിന് അനൂപ് ജേക്കബാണ് MLA ആയി ഉള്ളത്. എന്തായാലും അബുവിനെ കേരള രാഷ്ട്രീയം സ്വീകരിക്കുമോ തഴയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.